നമസ്കാരം. ഗോവയിലെ സൗത്ത് ഗോവ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 18ാം ലോക്സഭയിലേക്ക് വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ക്യാപ്റ്റൻ വിറിറ്റോ ഫെർണാണ്ടസ് ആണ്. ക്യാപ്റ്റൻ വിറിറ്റോ ഫെർണാണ്ടസ് BJP സ്ഥാനാർത്ഥി പല്ലവി ശ്രീനിവാസ് ഡംബോയെ 13,535 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഛത്തീസ്ഗഡിലെ കോർബ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 18ാം ലോക്സഭയിലേക്ക് വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജ്യോത്സ്ന ചന്ദ്രദാസ് മഹന്താണ്. ജ്യോത്സ്ന ചന്ദ്രദാസ് മഹന്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരോജ് പാണ്ഡെയെ 43,283 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഗുജറാത്തിലെ ബനസ്കാന്ത ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 18ാം ലോക്സഭയിലേക്ക് വിജയിച്ചത് കോൺഗ്രസ് നേതാവ് ജനിബൻ നാഗാജി താക്കൂർ ആണ്. ജനിബൻ നാഗാജി താക്കൂർ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ രേഖാബൻ ഹിതേഷ് ഭായ് ചൗധരിയെ 30,406 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയിലേക്ക് ഗുജറാത്തിൽ നിന്നും ഒരു MP-യെ വിജയിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത്. ഗുജറാത്തിലെ മികച്ച വനിതാ നേതാക്കളിൽ ഒരാളായ ജനിബൻ താക്കൂറിനെ കളത്തിലിറക്കിക്കൊണ്ട് BJP-യുടെ കുത്തക മണ്ഡലമായ ബനസ്കാന്ത ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിച്ചു കോൺഗ്രസ്. ഒഡീഷയിലെ കോരാപുത്ത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 18ാം ലോക്സഭയിലേക്ക് വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സപ്തഗിരി ശങ്കർ ഉലഗയാണ്. ഒഡീഷയിലെ കോൺഗ്രസിന്റെ ജനകീയനായ നേതാവായ സപ്തഗിരി ശങ്കർ ഉലഗ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച കൗസല്യ ഹിക്കായെ 1,47,744 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്.